ഇന്ന് നമുക്ക് എല്ലാ ആളുകളുടെ മനസ്സിലും വരാൻ സാധ്യതയുള്ള ഒരാശങ്ക, ഒരു പേടി തീർക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ചികിത്സയിൽ വന്ന മാറ്റം? ഈ കാലഘട്ടത്തിൽ ചികിത്സയിൽ വന്ന മാറ്റം എന്താണ്? നമ്മൾ ഷിഫ്റ്റ് ഇൻ ടു എ ഡിജിറ്റൽ ഫോം ആൻഡ് ഇന്നോവേഷൻ. നമ്മൾ ഡിജിറ്റൽ യുഗത്തിലോട്ട്, ഡിജിറ്റൽ വിഭാഗത്തിലോട്ട് നമ്മളെ ട്രീറ്റ്മെന്റിനെല്ലാം നമ്മൾ മാറ്റി. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അതൊരു തെറ്റല്ലേ? ഇത് ഡിജിറ്റൽ യുഗത്തിലോട്ട് മാറിയിരുന്നത് ഒരു തെറ്റല്ലേ? നിങ്ങൾക്കറിയാം, നമ്മുടെ കൃഷിയിടത്തിൽ ആദ്യമായിട്ട് കൃഷിക്ക് വേണ്ടി ഒരു മെഷീൻ വന്നിരുന്ന ഒരു കാലം, അന്ന് ഒരുപാട് ആളുകൾ അതിനു വേണ്ടി എതിർത്തു. പക്ഷെ എന്ത് സംഭവിച്ചു? ഈ ആളുകൾ തന്നെ ആ മെഷീൻ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തുടങ്ങി. കൃഷി വളരെ സുന്ദരമായിട്ട് നമുക്ക് ചെയ്യാൻ തുടങ്ങി. ആ എതിർപ്പ് മാഞ്ഞുപോയി. ആ എതിർപ്പ് അനാവശ്യമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം നമ്മൾ എന്ത് വന്നു? മെഷീൻ കണ്ടുപിടിച്ചു. പല പ്രൊഡക്റ്റുകളും ഉണ്ടാക്കാൻ നമ്മൾ മനുഷ്യൻ ചെയ്യുന്നതിന് പകരം നമ്മൾ മെഷീൻസ് കണ്ടുപിടിച്ചു. അന്നും ഈ എതിർപ്പ് വന്നു. ആളുകളുടെ തൊഴിൽ പോവില്ലേ, ആളുകൾക്ക് ജോലി ചെയ്ത് കിട്ടുന്ന കാശ് പോവില്ലേ? പക്ഷെ അതും എന്തായിരുന്നു? വേഗമായിരുന്നു. അതും തെറ്റായിരുന്നു. അതിനുശേഷം കമ്പ്യൂട്ടർ യുഗം വന്നു. നിങ്ങൾക്കറിയില്ലേ, കമ്പ്യൂട്ടറൈസേഷൻ വന്ന കാലഘട്ടത്തിൽ അന്ന് അതിനു വേണ്ടി എതിർത്തിരുന്നത് നമുക്കറിയില്ലേ? സത്യത്തിൽ അതിന് എന്തായിരുന്നു? അത് തെറ്റായിരുന്നു. നമ്മൾ എന്താ ചെയ്തത്? ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി. സ്ഥാപനങ്ങളും കടകളും എല്ലാം ലോകം മൊത്തത്തിൽ ഒരു കമ്പ്യൂട്ടർ ഓറിയന്റഡ് സ്ഥാപനങ്ങൾ ഡിജിറ്റലൈസ് ആയി, സിസ്റ്റമിക് ഓറിയന്റഡ്, ഈസി ടു കൺട്രോൾ. മെഷീൻ കൺട്രോൾഡ് ആകുമ്പോൾ മനുഷ്യനെ നിയന്ത്രിക്കാൻ സാധിച്ചു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, പല ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. ഏതിനെ സംബന്ധിച്ച്? റോബോട്ടിനെ കുറിച്ച്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച്, നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് പല ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. സത്യത്തിൽ ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. കാരണം ഇതെല്ലാം മനുഷ്യൻ കണ്ടുപിടിക്കുന്നതാണ്. മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു ഉപകരണം, മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു കാര്യം, അത് മനുഷ്യന് ദ്രോഹമായിട്ട് മനുഷ്യന് ഉപയോഗിക്കില്ല. കാലം വളർന്നുകൊണ്ടിരിക്കുകയാണ്. തൊഴിലിനും അവസരത്തിനും വീണ്ടും വീണ്ടും കാലം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ലാപ്ടോപ്പിനെ പേടിച്ചിരുന്നേ, കമ്പ്യൂട്ടറിനെ പേടിച്ചിരുന്നേ, നമ്മൾ മെഷീനെ പേടിച്ചിരുന്നേ, നമ്മൾ ഫാക്ടറിയിലെ മെഷീനെ പേടിച്ചിരിക്കുന്ന നമ്മൾ ഡിജിറ്റൽ യുഗത്തിനെ പേടിച്ചിരിക്കുന്ന നമ്മൾ, എന്തുകൊണ്ട് നമ്മൾ AI-നെയും റോബോട്ടിനെയും നമ്മൾ പേടിക്കുന്നു? നത്തിങ്. ഇറ്റ് വിൽ മേക്ക് ഈസി ഫോർ അവർ ലൈഫ്. ഒരു തെറ്റും അതില്ല. നമുക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇന്ന് നിലവിലില്ല. ആ ബുദ്ധി വളരുമ്പോൾ നമ്മളെ തെറ്റിദ്ധാരണ മാറിക്കിട്ടും. ഓക്കെ, താങ്ക് യു. ഐ എം ഡോക്ടർ അലി. എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക, aliarimbrasdentalclinic.com. താങ്ക് യു.